നമസ്കാരം. ഇന്നത്തെ സമഗ്ര വാർത്തകളുമായി ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ കൂടുതൽ തെളിവുകൾ. സ്വർണ്ണപ്പാളി ഉപയോഗിച്ച് ചെന്നൈയിലടക്കം പൂജ നടത്തി. പൂജയിൽ പങ്കെടുത്തത് ജയറാം ഉൾപ്പെടെയുള്ള പ്രമുഖർ. സമഗ്ര അന്വേഷണം വേണമെന്ന് കോൺഗ്രസും ബിജെപിയും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നാളെ ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്യും. തിരുവനന്തപുരം ചാക്കയിൽ 2 വയസ്സുകാരി നാടോടി പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 67 വർഷം കഠിന തടവ്. വർക്കല സ്വദേശി ഹസൻകുട്ടിക്ക് ശിക്ഷ വിധിച്ചത് തിരുവനന്തപുരം പോക്സോ കോടതി. സർക്കാരിന് ജനങ്ങളെ സംരക്ഷിക്കാനുള്ള ബാധ്യതയുണ്ടെന്നും ജനങ്ങളുടെ സുരക്ഷയാണ് പ്രധാനമെന്നും മദ്രാസ് ഹൈക്കോടതി. ദേശീയപാതകൾക്ക് സമീപം റാലികൾ പാടില്ലെന്നും കോടതി. പരാമർശം കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കവേ. ലഡാക്ക് സംഘർഷത്തിൽ മജിസ്ട്രേറ്റ് അന്വേഷണം തള്ളി എപെക്സ് ബോഡിയും കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസും. സംഘർഷത്തെ വെള്ളപൂശാനുള്ള അന്വേഷണമെന്ന സംഘടനകൾ. സോനം വാങ്ചുക്കിനെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് ഭാര്യ സുപ്രീം കോടതി. അഹമ്മദാബാദ് ടെസ്റ്റിൽ വിൻഡീസിനെതിരെ ഇന്ത്യയ്ക്ക് ലീഡ്. KL രാഹുലിന് സെഞ്ചുറി. ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സിൽ 4-ന് 266 റൺസ് എന്ന നിലയിൽ. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. 2019 മാർച്ചിൽ ശബരിമലയിലേക്ക് നിർമ്മിച്ചു നൽകിയ സ്വർണ്ണവാതിൽ ചെന്നൈയിൽ വെച്ച പ്രമുഖരുടെ സാന്നിധ്യത്തിൽ പൂജ നടത്തിയ ദൃശ്യങ്ങൾ പുറത്തുവന്നു. പൂജയിൽ നടൻ ജയറാം ഉൾപ്പെടെയുള്ള നിരവധി പ്രമുഖരുമുണ്ട്. സംഭവത്തിൽ സമഗ്ര അന്വേഷണത്തിന് ഹൈക്കോടതിയോട് ദേവസ്വം ബോർഡ് ആവശ്യപ്പെടും. സ്വർണ്ണ പൂശാൻ കൊണ്ടുവന്നത് ചെമ്പുപാളിയാണെന്ന് സ്മാർട്ട് ക്രിയേഷൻസ് അഭിഭാഷകൻ സ്ഥിരീകരിച്ചു. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നാളെ ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്യും. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളാണ് ഓരോ നിമിഷവും പുറത്തുവരുന്നത്. ശബരിമലയിലേക്ക് നിർമ്മിച്ചു നൽകിയ സ്വർണ്ണവാതിൽ ചെന്നൈയിൽ വെച്ച് പ്രമുഖരുടെ സാന്നിധ്യത്തിൽ പൂജ നടത്തിയ ദൃശ്യങ്ങളും പുറത്തുവന്നു. ശബരിമലയിലെ ശ്രീകോവിലിന്റെ വാതിൽ, കട്ടില തുടങ്ങിയവ പ്രദർശിപ്പിച്ചാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. നടൻ ജയറാം, വീരമണി തുടങ്ങിയവർ ഈ പൂജയിൽ പങ്കെടുത്തു. അതിനിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉന്നതരുമൊത്ത് നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തുവന്നു. സോണിയാഗാന്ധി, പിണറായി വിജയൻ തുടങ്ങിയ പ്രമുഖരുമൊത്തുള്ള ചിത്രങ്ങളാണ് പുറത്തുവന്നത്. ഈ ബന്ധങ്ങളും ചിത്രങ്ങളും ഇയാൾ തട്ടിപ്പിന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നും അന്വേഷണ പരിധിയിലാണ്. ശബരിമല സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സമഗ്ര അന്വേഷണമാണ് വേണ്ടതെന്നും അവധി കഴിഞ്ഞ് ഹൈക്കോടതി തുറക്കുന്ന ദിവസം തന്നെ ഇക്കാര്യം ആവശ്യപ്പെടുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. പൂജാ അവധി കഴിഞ്ഞ് എപ്പോഴാണോ കോടതി തുറക്കുന്നത് അന്ന് തന്നെ കോടതിയോട് ഇതുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണം, അത് സ്വർണ്ണത്തിൻ്റെ തൂക്കമാവട്ടെ, സ്വർണ്ണത്തിൻ്റെ അളവാവട്ടെ, ഇത്തരം അവതാരങ്ങളെ സംബന്ധിച്ചാവട്ടെ, ഇതെല്ലാം സമഗ്രമായൊരു അന്വേഷണം കോടതിയോട് ആവശ്യപ്പെടാൻ ഞങ്ങൾ സ്റ്റാൻഡിംഗ് കൗൺസിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം കമ്പനിയുടെ പക്കൽ എത്തിച്ചത് ചെമ്പുപാളിയാണെന്ന് സ്മാർട്ട് ക്രിയേഷൻസ് അഭിഭാഷകൻ KB പ്രദീപ് വ്യക്തമാക്കി. കമ്പനിയുടെ ഒരു പ്രോട്ടോകോൾ അനുസരിച്ച് ഒരിക്കലും എന്തെങ്കിലും പ്ലേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പൂശുകയോ എന്തെങ്കിലും കവറിങ്ങോ ചെയ്ത ഒരു ആർട്ടിക്കിൾ കമ്പനി ഗോൾഡ് പ്ലേറ്റിംഗിനായിട്ട് സ്വീകരിക്കത്തില്ല. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരു ഗൂഢസംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നും അയ്യപ്പ ഭക്തർ ആശങ്കയിലാണെന്നും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ഇതെല്ലാം കൊണ്ടുപോകാനുള്ള അനുവാദം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൽ നിന്ന് വാങ്ങിയോ? തിരുവാഭരണത്തിന് കമ്മീഷണറുണ്ട്. ആ കമ്മീഷണർ മറുപടി പറയണം. ആ കമ്മീഷണർ ഇവിടുന്ന് ആരുടെ നിർദ്ദേശപ്രകാരം കൊടുത്തുവിട്ടു? അതേസമയം സ്വർണ്ണപ്പാളി വിവാദത്തിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി വിജിലൻസിന് മുൻപാകെ നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകളിൽ അടിമുടി ദുരൂഹത എന്നാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയത് സംബന്ധിച്ചും കാണാതായതിലും വിശദീകരണം തേടും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ക്ഷേത്രത്തിലെ സമർപ്പണങ്ങൾ എവിടെയൊക്കെ കൊണ്ടുപോയി അതുപയോഗിച്ച് എന്തൊക്കെ തട്ടിപ്പ് നടത്തി എന്നത് ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തത്തിലോ പരിധിയിലോ വരുന്ന കാര്യമല്ല എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാർ. ഗൗരവത്തോടെ അന്വേഷണം നടത്തണമെന്ന ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ ആവശ്യത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും പത്മകുമാർ പറഞ്ഞു. ചെമ്പ് സ്വർണ്ണമായതെങ്ങനെയെന്നാണ് എൻ്റെ ചോദ്യം. യഥാർത്ഥത്തിൽ ഇതാദ്യം വരുമ്പോൾ എന്താ പ്രശ്നം? 44 കിലോ സ്വർണ്ണപ്പാളി കൊണ്ടുപോകുന്നു. തിരിച്ചു വന്നപ്പോൾ 38 കിലോയേ ഉള്ളൂ. 6 കിലോ സ്വർണം കാണാനില്ല എന്ന് മാധ്യമങ്ങൾ പറഞ്ഞപ്പോഴാണ്
ഞാനാണ് വളരെ വ്യക്തമായി പറഞ്ഞത് അത് സ്വർണ്ണപ്പാളിയല്ല ചെമ്പുപാളിയാണ് എന്ന് പറയാൻ കാരണം അതാണ്. അപ്പോൾ മാധ്യമങ്ങളാണ് ഇത് ചെമ്പുപാളി സ്വർണ്ണപ്പാളിയാക്കി മാറ്റിയത്. സ്വർണ്ണ പൂശുള്ളതാണെങ്കിൽ ഞാൻ സമ്മതിച്ചു. അപ്പോൾ ഈ 6 കിലോ സ്വർണം കാണാനില്ല എന്നുള്ളതായിരുന്നല്ലോ ആദ്യത്തെ വാർത്ത. ഇപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞല്ലോ. ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. കാരണം അന്ന് ദേവസ്വം ബോർഡ് 2019 ഇത് സമർപ്പിക്കുമ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ ശബരിമല ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ 150% കാര്യങ്ങൾ കൃത്യതയോടുകൂടി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണ്. ശബരിമല സ്വർണ്ണപ്പാളിയിലെ എല്ലാ തെളിവുകളും പുറത്തുവരികയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സ്വർണം അവിടെ എത്തിയില്ല, ഇവിടെ നിന്ന് തന്നെ സ്വർണം അടിച്ചുമാറ്റി. ദേവസ്വം ബോർഡിനും സർക്കാരിനും അതിൽ കൃത്യമായ പങ്കുണ്ട്. ശബരിമലയിൽ നിന്ന് എന്തെല്ലാമാണ് അടിച്ചുമാറ്റിയെന്ന് പരിശോധിക്കണമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഈ ശബരിമലയിൽ വലിയ ദുരൂഹത വീണ്ടും പുറത്തു വരികയാണ്. ഞങ്ങൾ പറഞ്ഞല്ലോ മുമ്പ്, ഇത് എല്ലാ തെളിവുകളും പുറത്തു വരികയാണ്. ഇപ്പോ ഇത് ഏറ്റെടുത്ത പ്രൈവറ്റ് കമ്പനി വ്യക്തമാക്കിയിരിക്കുകയാണ് അവിടെ ചെമ്പുപാളികൾ മാത്രമേ എത്തിയിട്ടുള്ളൂ. അതിനർത്ഥം എന്താ? സ്വർണം ഇവിടെ വെച്ച് തന്നെ അടിച്ചു മാറ്റി, ചെമ്പുപാളികൾ മാത്രം ചെന്നൈയിലെത്തിച്ചു. ഹൈക്കോടതി ഒരു വലിയ നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇത് മാറ്റി കൊണ്ടുപോയതിന് ശേഷം 1 മാസവും 9 ദിവസവും കഴിഞ്ഞ് 39-40 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ചെന്നൈയിൽ എത്തിച്ചത്. അപ്പോൾ 39 ദിവസം എവിടെയായിരുന്നു സാധനം? അപ്പോൾ ഈ ചെമ്പിന്റെ ഇതേ മോഡലിലുള്ള ഒരു മോൾഡ് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു ആ ദിവസം മുഴുവൻ. മനസ്സിലായില്ലേ? സ്വർണ്ണം അവിടെ എത്തിയിട്ടില്ല, സ്വർണ്ണം ഇവിടെ വെച്ച് തന്നെ അടിച്ചു മാറ്റിയിട്ടുണ്ട്. പിണറായി സർക്കാർ അയ്യപ്പന്റെ സ്വത്ത് തട്ടിയെടുക്കാൻ കൂട്ടുനിന്ന നികൃഷ്ടമായ സർക്കാരാണെന്നും അയ്യപ്പന്റെ സ്വത്ത് വിറ്റിട്ടുണ്ടോ എന്ന് മറുപടി പറയണമെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. നന്നാക്കാൻ ഏൽപ്പിച്ച ആളുടെ ക്രെഡിബിലിറ്റി എന്താണെന്ന് പറയണമെന്നും അദ്ദേഹം പറഞ്ഞു. അതൊരു നികൃഷ്ട സ്വഭാവമുള്ള സർക്കാരായിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഭക്തജനങ്ങൾ സംഭാവന നൽകി ഒരു ക്ഷേത്രത്തിന് നൽകുന്ന സ്വത്തുകൾ പോലും കട്ടെടുക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അതിനെ നിയന്ത്രിക്കാതെ അതിനെ കൂട്ടുനിൽക്കുന്ന സ്വഭാവമാണ് കാണിക്കുന്നുണ്ടെങ്കിൽ ആ സ്വഭാവം നികൃഷ്ടമായ സ്വഭാവം തന്നെയാണ്. ഇവിടെ അയ്യപ്പൻ്റെ സ്വത്ത് വിറ്റോ? ഈ ഒരു ചോദ്യമാണ് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടുള്ള ചോദ്യം. സ്വർണ്ണപ്പാളി നന്നാക്കിയെടുക്കുന്നതിന് വേണ്ടി കൊണ്ടുപോയി. 2000 മുതൽ 2019 വരെ നാണയമുറിയിലുണ്ടായിരുന്നു. ഈ പറയുന്ന സാഹചര്യങ്ങളിലുണ്ടായിരുന്നു. 19 കൊല്ലം വേണ്ടാത്ത കാര്യം 19-ന് തീരുമാനിച്ചു. പിണറായി സർക്കാരിന്റെ ചെമ്പ് പുറത്തു വന്നു എന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. സ്വർണം ചെമ്പായതിന് കാരണം സർക്കാരും ദേവസ്വവും വ്യക്തമാക്കണമെന്നും പാളികൾ ചെന്നൈയിലെത്തിച്ചതിൽ ദുരൂഹതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 10 വർഷക്കാലം കേരളത്തിൽ തീവട്ടിക്കൊള്ള നടത്തിയിട്ടുള്ള പിണറായി സർക്കാർ ശബരിമലയിലും തീവട്ടിക്കൊള്ളയാണ് നടത്തിയത് എന്ന് ഈ സ്വർണ്ണപ്പാളി വിഷയത്തോടുകൂടി എല്ലാവർക്കും മനസ്സിലായിരിക്കുകയാണ്. ഒന്ന്, 2008 അവിടെ ദ്വാരപാലക ശില്പത്തിന് സ്വർണം പൂശിയത്. ശരിക്കും സ്വർണം പൂശുകയല്ല, മറിച്ച് അവിടുത്തെ ചെമ്പ് തകിടിനോടൊപ്പം സ്വർണത്തിൻ്റെ തകിട് ചേർത്ത് ഘടിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് രേഖകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം ചാക്കയിൽ 2 വയസ്സുള്ള നാടോടി ബാലികയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 65 വർഷം തടവ്. വർക്കല ഇടവ സ്വദേശിയായ ഹസൻകുട്ടിയാണ് പ്രതി. തിരുവനന്തപുരം പോക്സോ അതിവേഗ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ഏറ്റവും അധികം കോളിളക്കമുണ്ടാക്കിയ കേസിലാണ് തിരുവനന്തപുരം പോക്സോ കോടതിയിൽ നിന്ന് സുപ്രധാന വിധി ഉണ്ടായിരിക്കുന്നത്. 2024 ഫെബ്രുവരി 19 കേസിനാസ്പദമായ സംഭവം. തിരുവനന്തപുരം ചാക്കയിൽ മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങിക്കിടക്കുകയായിരുന്ന 2 വയസ്സുള്ള നാടോടി ബാലികയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചുവെന്നാണ് കേസ്. കുട്ടിയെ കാണാനില്ല എന്ന് മാതാപിതാക്കൾ പോലീസിൽ അറിയിച്ചതോടെ അന്വേഷണം ആരംഭിക്കുകയും മാധ്യമങ്ങളിലൂടെ വിവരം പുറം ലോകം അറിയുകയും ചെയ്തു. ഒടുവിൽ വൈകിട്ടോടുകൂടി കുട്ടിയെ സമീപത്ത് ബ്രഹ്മോസിന്റെ മതിൽക്കെട്ടിനോട് ചേർന്ന് ആളൊഴിഞ്ഞ കാടുപിടിച്ച പ്രദേശത്ത് അബോധാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു. അപ്പോഴും ദുരൂഹത മാറിയിരുന്നില്ല. കുഞ്ഞ് നടന്ന് അവിടെ എത്തി ഓടയിൽ തട്ടി വീണതാകാം എന്നുള്ള പ്രാഥമിക നിഗമനങ്ങളിലേക്കായിരുന്നു പോലീസ് എത്തിയിരുന്നത്. ഒടുവിൽ മാധ്യമങ്ങളിലൂടെ ഈ കേസ് വീണ്ടും ചർച്ചയാവുകയും
തുടർന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് വർക്കല ഇടവ സ്വദേശിയായ പ്രതി ഹസൻകുട്ടിയെ തിരിച്ചറിയുകയും ചെയ്തത്. കുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ പീഡനം നടന്നതായി കണ്ടെത്തുകയും പ്രതിയുടെ വസ്ത്രങ്ങളിൽ നിന്ന് കുട്ടിയുടെ മുടിയിഴകൾ കണ്ടെത്തുകയും ചെയ്തു. പോക്സോ കേസുകളടക്കം നിരവധി ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണ് ഹസൻകുട്ടി. ദൃക്സാക്ഷികൾ ഒന്നുമില്ലാതിരുന്ന കേസിൽ ശാസ്ത്രീയ തെളിവുകളാണ് നിർണായകമായത്. 2 പോക്സോ വകുപ്പുകളിലായി 44 വർഷവും, വധശ്രമത്തിന് 10 വർഷവും, തട്ടിക്കൊണ്ടുപോകലിന് വീണ്ടും 10 വർഷവും, ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചതിന് 1 വർഷവുമാണ് ശിക്ഷ. 1,22,000 രൂപ പിഴയും നൽകണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ലഡാക്ക് സംഘർഷത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ ലേ അപെക്സ് ബോഡിയും കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസും മജിസ്റ്റീരിയൽ അന്വേഷണം 2 സംഘടനകളും തള്ളി. അതിനിടെ സോനം വാങ്ചുക്കിന്റെ മോചനം ആവശ്യപ്പെട്ട് ഭാര്യ സുപ്രീം കോടതിയെ സമീപിച്ചു. മജിസ്റ്റീരിയൽ അന്വേഷണം കൊണ്ട് സ്ഥിതിഗതികൾ ശാന്തമാക്കാമെന്നും സംഘടനകളെ അനുനയിപ്പിക്കാമെന്നുമുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനാണ് തിരിച്ചടിയുണ്ടായിരിക്കുന്നത്. സുപ്രീം കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ ജുഡീഷ്യൽ അന്വേഷണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ലേ അപെക്സ് ബോഡിയും കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസും. മജിസ്റ്റീരിയൽ അന്വേഷണം ലഡാക്ക് ഭരണകൂടത്തെ വെള്ളപൂശാനുള്ള ശ്രമമാണെന്നാണ് സംഘടനകൾ ആരോപിക്കുന്നത്. യഥാർത്ഥ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടില്ലെന്നും പേരിന് അന്വേഷണം നടത്തി മുന്നോട്ടു പോകാനാണ് ശ്രമമെന്നും സംഘടനാ നേതാക്കൾ വ്യക്തമാക്കി. ഈ സാഹചര്യത്തിൽ അന്വേഷണവുമായി സഹകരിക്കേണ്ടതില്ല എന്നുള്ളതാണ് സംഘടനകളുടെ തീരുമാനം. നാളെ മുതലാണ് ലഡാക്കിൽ മജിസ്റ്റീരിയൽ അന്വേഷണം ആരംഭിക്കുന്നത്. 18-ാം തീയതി വരെയാണ് അന്വേഷണ സമയം. സബ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുകുൾ ബെനിബാളാണ് അന്വേഷണം നിർവഹിക്കുന്നത്. തെളിവുകളും വിവരങ്ങളും ശേഖരിച്ച് 4 ആഴ്ച കൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും ലഡാക്ക് ഭരണകൂടവും നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതിനിടെ സോനം വാങ്ചുക്കിന്റെ മോചനം ആവശ്യപ്പെട്ട് ഭാര്യ ഗീതാഞ്ജലി സുപ്രീം കോടതിയിൽ ഹർജി നൽകി. ഭരണകൂടത്തിന്റെ വേട്ടയാടലിന്റെ ഭാഗമായാണ് വാങ്ചുക്കിന്റെ അറസ്റ്റ് എന്നാണ് ഹർജിയിൽ പറയുന്നത്. സംഘർഷത്തിൽ ഭർത്താവിന് പങ്കില്ല എന്നും ഗീതാഞ്ജലി കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഇതേ ആവശ്യം ഉന്നയിച്ച് ഗീതാഞ്ജലി നേരത്തെ രാഷ്ട്രപതിക്ക് കത്ത് നൽകിയിരുന്നു. ലഡാക്ക് സംഘർഷവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ വാങ്ചുക്ക് ജോധ്പൂർ സെൻട്രൽ ജയിലിൽ കഴിയുകയാണ്. രാജ്യസുരക്ഷാ നിയമപ്രകാരമാണ് വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്തത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഓപ്പറേഷൻ സിന്ദൂറിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി വ്യോമസേനാ മേധാവി. പാകിസ്ഥാന്റെ 5 F-16 വിമാനങ്ങൾ തകർത്തു എന്ന് എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് വെളിപ്പെടുത്തി. പാകിസ്ഥാന് 10 വിമാനങ്ങൾ നഷ്ടമായെന്നും അദ്ദേഹം പറഞ്ഞു. UN-ൽ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് നടത്തിയ പരാമർശങ്ങൾക്ക് മറുപടിയായാണ് വ്യോമസേനാ മേധാവിയുടെ പ്രതികരണം. So, the last 1 year, if I can start, I think the first thing that I must start with is Op Sindoor. So that was the highlight of this year gone by. In the aftermath of what happened in Pahalgam, we all know that we took a decision that we have to make them pay a price for whatever they have been doing, and to avenge that, killings of the innocents. And a clear directive, clear mandate was given to the Indian Armed Forces, and Indian Air Force was the prime stakeholder in that, in terms of 2 major targets out of the 9 that were chosen towards terrorist camps were given to Indian Air Force to address. And I think the way that whole even went by, the way in the aftermath, that 3 or 4 days of conflict that we had with our Western neighbor, it stands as a lesson which will go down in history that this is. ഡൽഹിയിൽ നിന്ന് KK പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ഓപ്പറേഷൻ സിന്ദൂറിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി വ്യോമസേനാ മേധാവി എത്തിയിരിക്കുകയാണല്ലോ. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഓപ്പറേഷൻ സിന്ദൂർ കൊണ്ട് യാതൊരു തരത്തിലും തങ്ങൾക്ക് നഷ്ടമില്ല എന്നുള്ളതായിരുന്നു പാകിസ്ഥാന്റെ അവകാശവാദം. ഈ കഴിഞ്ഞ ദിവസം സമാന നിലപാട് പാകിസ്ഥാൻ ആവർത്തിക്കുന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ വ്യോമസേനാ മേധാവി തന്നെ കൃത്യമായ വിശദീകരണവുമായി രംഗത്തെത്തിയത്. കണക്കുകൾ കൃത്യമായി അവതരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് AP സിംഗ് ഇപ്പോൾ കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത്. 300 കിലോമീറ്റർ ഉള്ളിലേക്ക് കടന്ന് ആക്രമണം നടത്താൻ സേനാ വിഭാഗങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. പഹൽഗാം സംഭവത്തിന് ശേഷം സായുധ സേനകൾക്ക് കൃത്യമായ നിർദ്ദേശം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വേഗത്തിൽ തന്നെ പ്രതികരിക്കാനാണ് തീരുമാനിച്ചത്. വളരെ പെട്ടെന്ന് ആക്രമണം നടത്തി തിരികെ എത്താനുള്ള നിർദ്ദേശമാണ് നൽകിയത്. അത് വളരെ കൃത്യമായി തന്നെ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. F-16 വിമാനങ്ങൾ മാത്രം 5 എണ്ണം തകർത്തുണ്ട്. അതോടൊപ്പം തന്നെ JF-17 വിമാനങ്ങളുണ്ട്. ഒപ്പം തന്നെ C-130 വിമാനമുണ്ട്. ഇങ്ങനെ നിരവധിയായ യുദ്ധവിമാനങ്ങളുണ്ട്. ഇതിൽ തന്നെ ചിലത് അറ്റകുറ്റപ്പണിക്ക്, അതായത്
ഇതിൽ തന്നെ പറയുന്നത്. പ്രത്യേകിച്ച് റൺവേ തകർത്ത് 2 റൺവേ ആണ് പാകിസ്ഥാന്റെ തകർത്തത്. ഒപ്പം തന്നെ 4 റഡാർ സംവിധാനങ്ങൾ തകർത്തുണ്ട്. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ അറ്റകുറ്റപ്പണി നടത്തുന്ന സ്ഥലങ്ങളടക്കം തകർക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ വ്യോമസേനാ മേധാവി വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ മിസൈൽ പ്രതിരോധ സംവിധാനം ഒരു തരത്തിലും നാശനഷ്ടം ഉണ്ടായില്ലെന്ന് പാകിസ്ഥാൻ വ്യക്തമാക്കുമ്പോഴാണ് തുടക്കത്തിൽ തന്നെ പാകിസ്ഥാന്റെ മിസൈൽ പ്രതിരോധ സംവിധാനം തകർത്തിട്ടുള്ളത്. അതുകൊണ്ട് കൂടി തന്നെയാണ് നമുക്ക് കുറെ കൂടി ഉള്ളിലേക്ക് കടന്ന് ആക്രമണം നടത്താൻ കഴിഞ്ഞത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഏറ്റവും ശ്രദ്ധേയമായ കാര്യം വളരെ വേഗത്തിൽ ഈ നടപടികൾ പൂർത്തിയാക്കി നാശനഷ്ടങ്ങൾ ഇല്ലാതെ തിരികെ എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും നേട്ടമായി അദ്ദേഹം ഉയർത്തിക്കാണിക്കുന്നത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ആക്രമണം അല്ലെങ്കിൽ പാകിസ്ഥാനെതിരെ തിരിച്ചടി ആരംഭിച്ചത്. ആ ലക്ഷ്യം പൂർത്തീകരിച്ചു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ലോകത്തെ 2 യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. ആ യുദ്ധങ്ങൾക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടാകാം, പക്ഷെ അത് അവസാനിക്കാതെ നീണ്ടുപോകുന്നു. എങ്ങനെയാണ് ഒരു യുദ്ധത്തിന് തിരിച്ചടി നൽകേണ്ടത് അല്ലെങ്കിൽ രാജ്യത്തെ ആക്രമിക്കുമ്പോൾ തിരിച്ചടി നൽകേണ്ടതെന്നും അത് എത്ര പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നും ലോകം അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ ഇന്ത്യയെ കണ്ട് പഠിക്കണമെന്ന് കൂടിയാണ് ഇപ്പോൾ AP സിംഗ് വ്യക്തമാക്കിയിട്ടുള്ളത്. ശ്രീജ. ശരി പ്രശാന്ത്. ഓപ്പറേഷൻ സിന്ദൂറിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി തിരിക്കുകയാണ് വ്യോമസേനാ മേധാവി. പാകിസ്ഥാന്റെ 5 F-16 വിമാനങ്ങൾ തകർത്തു എന്നാണ് എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി ചേരുകയായിരുന്നു KK പ്രശാന്ത്. കരൂർ ദുരന്തത്തിൽ CBI അന്വേഷണമില്ല, അന്വേഷണം CBIക്ക് വിടണമെന്നാവശ്യപ്പെട്ട് TVK നൽകിയ ഹർജി മദ്രാസ് ഹൈക്കോടതി തള്ളി. ഹർജിക്കാരന് ദുരന്തത്തിൽ നഷ്ടമുണ്ടായിട്ടില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. സർക്കാരിന് ജനങ്ങളെ സംരക്ഷിക്കാനുള്ള ബാധ്യതയുണ്ടെന്നും ജനങ്ങളുടെ സുരക്ഷയാണ് പ്രധാനമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ദേശീയപാതകൾക്ക് സമീപം റാലികൾ പാടില്ല എന്നും കോടതി വ്യക്തമാക്കി. ബീഹാറിൽ ഭരണം നിലനിർത്താൻ കടുത്ത നടപടികളുമായി BJP. ഭരണവിരുദ്ധ വികാരം തിരിച്ചടിയാകാതിരിക്കാൻ പുതുമുഖങ്ങൾക്ക് കൂടുതൽ സീറ്റ് നൽകുന്നത് പരിഗണിക്കുന്നു. ഗുജറാത്തിലും ഛത്തീസ്ഗഡിലും പരീക്ഷിച്ച് വിജയിച്ച തന്ത്രം ബീഹാറിൽ പ്രാവർത്തികമാക്കാനാണ് BJP നീക്കം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങൾ 2 ദിവസം ബീഹാർ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തും. ഇതിനു പിന്നാലെ അടുത്തയാഴ്ച ആദ്യം ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. ഈ സാഹചര്യത്തിലാണ് സീറ്റ് വിഭജന ചർച്ചകളും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ BJP തീരുമാനിച്ചത്. 243 അംഗ ബീഹാർ നിയമസഭയിൽ 84 സീറ്റുമായി ഏറ്റവും വലിയ ഒറ്റകക്ഷി BJPയാണ്. എന്നാൽ പ്രതിപക്ഷത്തിന് ഭരണം ലഭിക്കാതിരിക്കാൻ മുഖ്യമന്ത്രി സ്ഥാനം JDUവിന് നൽകിയാണ് BJP വിട്ടുവീഴ്ച ചെയ്തത്. ഇത്തവണ പക്ഷേ മറ്റു ചില രാഷ്ട്രീയ നീക്കങ്ങൾ കൂടി BJP നടത്തുന്നുണ്ട്. സഖ്യ സർക്കാർ ആണെങ്കിലും BJP നിയന്ത്രണത്തിലുള്ള സർക്കാർ എന്നുള്ളതാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിജയസാധ്യത മാത്രം അടിസ്ഥാനമാക്കി സ്ഥാനാർത്ഥി നിർണയം എന്ന നിർദ്ദേശം ദേശീയ നേതൃത്വം ബീഹാർ സംസ്ഥാന ഘടകത്തിന് നൽകിയിട്ടുണ്ട്. ഈ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഭരണവിരുദ്ധ വികാരം തിരിച്ചടിയാകാതിരിക്കാൻ പുതുമുഖങ്ങൾക്ക് സീറ്റ് നൽകുന്നത് പരിഗണിക്കുന്നുണ്ട്. ഗുജറാത്തിലും ഛത്തീസ്ഗഡിലും പരീക്ഷിച്ച തന്ത്രം ബീഹാറിൽ പ്രാവർത്തികമാക്കാനാണ് BJPയുടെ നീക്കം. ഗുജറാത്തിൽ ക്യാബിനറ്റ് മന്ത്രിമാരെ ഉൾപ്പെടെ ഒഴിവാക്കിയാണ് 2022 BJP അധികാരം നിലനിർത്തിയത്. 108 സിറ്റിംഗ് MLA-മാരിൽ 45 പേരെയാണ് അന്ന് ഒഴിവാക്കിയത്. അതിൽ തന്നെ മുതിർന്ന നേതാക്കളും മന്ത്രിമാരും ഉണ്ടായിരുന്നു. തുടക്കത്തിൽ വലിയ വിമർശനങ്ങൾക്ക് കാരണമായെങ്കിലും ഭരണത്തിലേക്കെത്താൻ ആ നിലപാടുകൾ നിർണായകമായെന്ന് കാലം തെളിയിച്ചു. ആ നിലപാടുകൾ തന്നെയായിരിക്കും ബീഹാറിലും പരീക്ഷിക്കുന്നത്. 75 വയസ്സ് പ്രായപരിധി കർശനമായി നടപ്പിലാക്കുന്നതിനൊപ്പം മണ്ഡലത്തിലെ സാഹചര്യങ്ങൾ കൂടി നേതൃത്വം വിലയിരുത്തിയിട്ടുണ്ട്. ഭരണവിരുദ്ധ വികാരത്തിനപ്പുറത്തേക്ക് MLA-മാർക്കെതിരായ ജനങ്ങളുടെ പ്രതികരണം കൂടി പരിശോധിച്ചായിരിക്കും സ്ഥാനാർത്ഥിത്വം നൽകുക. നിലവിൽ ബീഹാറിൽ ഉപമുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കെതിരെ നിരവധി ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടുകൂടിയാണ് BJP രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്നത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കൊളംബിയയിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രതികരണത്തിൽ BJP കോൺഗ്രസ് പോരരൂക്ഷം. രാഹുൽ ഇന്ത്യയേക്കാൾ സ്നേഹം ചൈനയോട് എന്നാണ് മുതിർന്ന BJP നേതാക്കൾ ഉൾപ്പെടെ വിമർശനം ഉന്നയിക്കുന്നത്. രാജ്യത്തെ അപമാനിക്കുന്ന നിലപാട് രാഹുൽ ഗാന്ധി അവസാനിപ്പിച്ചില്ല എങ്കിൽ ജനങ്ങൾ വോട്ട് ചെയ്യില്ല എന്ന് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് പറഞ്ഞു. വിദേശ രാജ്യങ്ങളിൽ പോയി രാജ്യത്തെ അപമാനിക്കുന്നത് രാഹുൽ തുടരുകയാണെന്നും BJP കുറ്റപ്പെടുത്തുന്നു. വിഷയം ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ആയുധമാക്കാനാണ് BJP തീരുമാനം. അതേസമയം മഹാത്മാഗാന്ധിയുടെ പ്രത്യയശാസ്ത്രത്തിൽ ഊന്നിയാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകുന്നത് എന്നാണ് കോൺഗ്രസിന്റെ പ്രതികരണം. രാജ്യത്ത് സംഭവിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണമെന്നും കോൺഗ്രസ് പറയും. RSSന്റെ ശതാബ്ദി ദിനത്തിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ നടത്തിയ പ്രസംഗത്തിൽ വിമർശനം തുടർന്ന് കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും. സവർക്കർക്ക് ബ്രിട്ടീഷുകാർ നൽകിയ പെൻഷൻ തുകയായ 60 രൂപയുടെ നാണയമാണ് ഇറക്കേണ്ടിയിരുന്നത് എന്ന് കോൺഗ്രസ് പരിഹസിച്ചു. BJP ചരിത്രത്തെ മാറ്റിമറിക്കാൻ എത്ര ശ്രമിച്ചാലും ഈ രാജ്യം ഗാന്ധിയുടേതാണെന്ന് കോൺഗ്രസ് നേതാവ് പവൻ ഖേര പറഞ്ഞു. തപാൽ സ്റ്റാമ്പ് ഇറക്കിയത് സവർക്കർ മാപ്പെഴുതി നൽകിയതിന്റെ ഓർമ്മയ്ക്കാണെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തുന്നു.
ഊർജ്ജ നയത്തിൽ ഇന്ത്യയുടെ സ്വതന്ത്ര നിലപാടിനെ അഭിനന്ദിച്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ഇക്കാര്യത്തിൽ ബാഹ്യ സമ്മർദ്ദങ്ങളെ ചെറുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം പ്രശംസിച്ചു. മോദിയെ സുഹൃത്ത് എന്ന് വിശേഷിപ്പിച്ച പുടിൻ തങ്ങളുടെ ബന്ധം വിശ്വാസത്തിലും പരസ്പര ബഹുമാനത്തിലും അധിഷ്ഠിതമാണെന്നും ചൂണ്ടിക്കാട്ടി. റഷ്യയുമായുള്ള എണ്ണ വ്യാപാരം കുറയ്ക്കാൻ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുന്ന യുഎസിനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ തന്ത്രം ഒടുവിൽ അവർക്ക് തന്നെ തിരിച്ചടിയാകുമെന്ന് പുടിൻ മുന്നറിയിപ്പ് നൽകി. പാക് അധിനിവേശ കശ്മീരിൽ സർക്കാർ വിരുദ്ധ കലാപം കൂടുതൽ ശക്തമാകുന്നു. പ്രധാന സ്ഥലങ്ങളിലെല്ലാം പ്രതിഷേധക്കാർ തെരുവിലിറങ്ങുകയാണ്. വിവിധയിടങ്ങളിൽ നിന്ന് മുസഫറാബാദിലേക്ക് ലോങ് മാർച്ച് നടത്തിയ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് വെടിവെച്ചു. ഇതുവരെ നടന്ന പോലീസ് അതിക്രമത്തിൽ 12 പേരാണ് കൊല്ലപ്പെട്ടത്. അവകാശങ്ങൾ നിഷേധിക്കുന്നതിൽ പ്രതിഷേധിച്ച് ജമ്മു കശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വലിയ പ്രതിഷേധം തുടങ്ങിയത്. 38 പ്രധാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്നാരോപിച്ചാണ് പ്രതിഷേധം നടത്തുന്നത്. പഞ്ചാബിൽ നിന്നും ഇസ്ലാമാബാദിൽ നിന്നും ആയിരക്കണക്കിന് അധിക സൈനികരെയും സുരക്ഷയ്ക്കായി എത്തിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിലെ പെഷവാറിൽ സ്ഫോടനം 9 പേർ കൊല്ലപ്പെട്ടു. മരിച്ചവരിൽ പോലീസ് ഉദ്യോഗസ്ഥരും ഉണ്ടെന്നാണ് റിപ്പോർട്ട്. പോലീസിനെ ലക്ഷ്യം വെച്ചാണ് സ്ഫോടനം നടന്നതെന്ന് അധികൃതർ അറിയിച്ചു. സ്ഥലത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. സ്ഫോടനത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഹൈക്കോടതിയിൽ വിശ്വാസമർപ്പിച്ചാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നും സമഗ്രമായ അന്വേഷണം നടക്കട്ടെയെന്നും ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ. ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നതിലടക്കം അന്വേഷണം നടക്കട്ടെയെന്നും ആരെന്ത് കട്ടുകൊണ്ടുപോയാലും പിടികൂടുക എന്നതാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. ഗൗരവത്തോടുകൂടി അത് അന്വേഷിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ, ഒപ്പം അതിന് മേൽനോട്ടം വഹിക്കാൻ ഒരു ജഡ്ജിയെ കൂടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അത്രത്തോളം ഗൗരവത്തോടുകൂടിയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടതും അതിൽ നിലപാട് സ്വീകരിച്ചതും കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് വരുന്ന കാര്യങ്ങൾ കോടതി പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാവി കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ദേവസ്വം ബോർഡ് അതിനിടയ്ക്ക് കോടതിയിൽ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സമഗ്രമായ അന്വേഷണം തന്നെ ഇക്കാര്യത്തിൽ വേണം എന്നുള്ള കാര്യം. കോടതി എടുത്തൊരു കേസെന്ന രൂപത്തിൽ സ്വാഭാവികമായിട്ട് കോടതിയുടെ അനുമതി കൂടാതെ മറ്റൊരു രൂപത്തിലേക്ക് നമുക്ക് നീങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് കോടതിയുടെ ഈ കാര്യത്തിലുള്ള റിപ്പോർട്ട് കിട്ടിയതിന് ശേഷമുള്ള നടപടികൾ വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല. പക്ഷേ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ അവതാരം എങ്ങനെയാണ് ഈ കാര്യങ്ങളിലേക്ക് വന്നത്, അതുകൊണ്ട് തന്നെയാണ് സമഗ്രമായ അന്വേഷണം നടന്നതെന്ന് പറഞ്ഞത്. ഇത് അയാൾ കൊണ്ടുവന്നതിനെ സംബന്ധിച്ചും കൊണ്ടുപോയ സ്ഥലങ്ങളെക്കുറിച്ചും ഒക്കെ പരിശോധിക്കട്ടെ. അത് പരിശോധിച്ച് റിപ്പോർട്ട് വരാതെ അതിന്മേൽ എന്തെങ്കിലും കയറിയിട്ട് ഞാനിപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറയുന്നത്. അംഗൻവാടി കെട്ടിടത്തിലെ പൊട്ടിയ 5 ടൈലുകൾ മാറ്റുന്നതിന് പകരം ലക്ഷങ്ങൾ മുടക്കി മുഴുവൻ ടൈലുകളും മാറ്റി. കോട്ടയം മൂന്നിലവ് പഞ്ചായത്ത് 13-ാം വാർഡിലെ ചകിണിയാം തടം അംഗൻവാടിയിലെ അറ്റകുറ്റപ്പണിയാണ് വിവാദമായിരിക്കുന്നത്. കെട്ടിട നിർമ്മാണത്തിലും മേൽക്കൂര ഷീറ്റ് സ്ഥാപിച്ചതിലും അടക്കം വ്യാപക അഴിമതി നടന്നതായി ആരോപണമുണ്ട്. 2000-ൽ പ്രവർത്തനമാരംഭിച്ച അംഗൻവാടിയിൽ ഇപ്പോൾ 10ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. 2 നിലകളുള്ള അംഗൻവാടി കെട്ടിടത്തിന്റെ തറയിൽ പല ഭാഗങ്ങളിലായാണ് 5 ടൈലുകൾ പൊട്ടിയത്. ഇവ മാറ്റി സ്ഥാപിക്കുന്നതിന് പകരമാണ് മുഴുവൻ ടൈലുകളും പൊളിച്ച് പുതിയ ടൈലുകൾ ഇട്ടത്. ഇതിനായി ചിലവായത് 2.5 ലക്ഷത്തോളം രൂപയും. ഇതിനെതിരെ പൊതുപ്രവർത്തകനായ ജോൺസൺ ജില്ലാ കളക്ടർക്കടക്കം പരാതി നൽകിയതിനെ തുടർന്ന് ജോലികൾ തിരക്കിട്ട് പൂർത്തീകരിക്കുകയായിരുന്നു. 2.5 ലക്ഷം രൂപ എസ്റ്റിമേറ്റ് ഇട്ടാണ് ഈ 5 ടൈല് പൊട്ടിയതിൻ്റെ ഭാഗത്തായിട്ട് മുഴുവൻ ടൈലുകളും മാറ്റിക്കൊണ്ട് ഇപ്പോൾ ഒരു വലിയ അഴിമതി നടത്തിയിരിക്കുന്നത്. ഇത് ഞാൻ കളക്ടർക്ക് പരാതിപ്പെട്ടിട്ടുണ്ട്. മീനച്ചി ലീഗൽ സൊസൈറ്റിയിൽ ഒരു അദാലത്തുണ്ടായിരുന്നു, അതിലുമൊക്കെ പരാതിപ്പെട്ടിരുന്നതാണ്. അതിന് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ ഇത് കോൺട്രാക്ടറും പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരും വാർഡ് മെമ്പർമാരും എല്ലാം കൂടെ കൂടി ഒരു വലിയ അഴിമതിയാണ് ഇവിടെ, പൊതുജനങ്ങളെ കൊള്ളയടിക്കുന്നതിന് വേണ്ടി ഒരു അഴിമതിയാണ് ഇവിടെ നടത്തിയിരിക്കുന്നതാണ് എനിക്ക് പറയാം. അതേസമയം അംഗൻവാടി പ്ലേ ഏരിയയിലെ ബാക്കി ടൈലുകൾ കൂടി മാറ്റേണ്ട സ്ഥിതിയിലായിരുന്നുവെന്നും പഞ്ചായത്ത് AXC അടക്കം വിലയിരുത്തിയ ശേഷമാണ് നിർമ്മാണാനുമതി നൽകിയതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ചാർലി ഐസക് പറഞ്ഞു. അംഗൻവാടി കെട്ടിട നിർമ്മാണത്തിലും മേൽക്കൂരയിലെ ഷീറ്റ് മാറ്റി സ്ഥാപിച്ചതിലും അടക്കം വ്യാപക അഴിമതി നടന്നിട്ടുള്ളതായും ആരോപണമുണ്ട്. പുറത്ത് കാണുന്ന 4 ഷീറ്റ് 1.5 ലക്ഷം രൂപയുടെ, അതുപോലെ പുറത്തെ കെട്ടിടം പണിതപ്പോൾ ഞാൻ ഉടക്കി കഴിഞ്ഞപ്പോൾ അതിലിട്ടത് 3 ഇഞ്ചിൻ്റെ കമ്പിയാണ് ഇട്ടിരിക്കുന്നത് അകത്തോടെ വാർക്കയ്ക്ക്. എന്നിട്ട് കാണാൻ വേണ്ടി വാർക്ക തീർന്ന് ഇപ്പം 8 മമ്മിൻ്റെ കൊണ്ട് 5-6 കമ്പി കൊണ്ടുവന്ന് മേലെ കൊണ്ടുവന്ന് വെച്ചു. ഞാൻ ചോദ്യം ചെയ്ത് പറഞ്ഞ് 2 ലക്ഷം രൂപ കെട്ടി വെച്ചോ പൊളിച്ച് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് പണം തട്ടാൻ നടത്തിയ പ്രവർത്തനങ്ങളാണെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. പണി പൂർത്തിയാക്കിയെങ്കിലും നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് ജോൺസൺ വ്യക്തമാക്കി. അമൃത ന്യൂസ്, കോട്ടയം. കോഴിക്കോട് വെള്ളിമാട് കുന്ന അമൃത വിദ്യാലയത്തിൽ വിജയദശമി
വിവിധ ചടങ്ങുകളോടെ ആഘോഷിച്ചു. മാതാമൃതാനന്ദമയി മഠം കോഴിക്കോട് മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരി കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിച്ചു. അമൃത വിദ്യാലയം പ്രിൻസിപ്പൽ ധന്യ കെ വിദ്യാരംഭ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തരും വിദ്യാർത്ഥികളും അധ്യാപകരും ചടങ്ങുകളിൽ പങ്കാളികളായി. അമൃത വിദ്യാലയത്തിലെ അടുത്ത അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ നടപടികൾക്കും വിദ്യാരംഭത്തോടെ തുടക്കമായി. श्री सरस्वती नमोस्तुते श्री सरस्वती नमोस्तुते वरदे श्री सरस्वती नमोस्तुते वरदे श्री सरस्वती नमोस्तुते वरदे श्री सरस्वती नमोस्तुते वरदे श्री सरस्वती नमोस्तुते അഹമ്മദാബാദ് ടെസ്റ്റിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യയ്ക്ക് 132 റൺസിന്റെ ലീഡ്. KL രാഹുലിന്റെ സെഞ്ചുറിയുടെ കരുത്തിലാണ് ഇന്ത്യ മികച്ച സ്കോറിലേക്ക് എത്തുന്നത്. ഇന്ത്യ ഇപ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ 294 റൺസ് എന്ന നിലയിലാണ്. രവീന്ദ്ര ജഡേജയും ധ്രുവ് ജൂറലും ആണ് ക്രീസിൽ. ശുഭ്മാൻ ഗിൽ 50 റൺസ് എടുത്തു. ആദ്യ ദിനമായി ഇന്നലെ കളി നിർത്തുമ്പോൾ 2 വിക്കറ്റിന് 121 റൺസ് എന്ന നിലയിലായിരുന്നു ഇന്ത്യ. വിൻഡീസിനെ ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യ 162 റൺസിന് പുറത്താക്കിയിരുന്നു. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.